ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഈ കോവിഡ് കാലം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കി, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. പോസിറ്റീവായിട്ട് ഉണ്ടാക്കിയ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലാണ്. 2,20,000 സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. അത് അഭിമാനാർഹമായൊരു നേട്ടം തന്നെയായിട്ട് ഞാൻ കരുതുന്നു. അതിന് തീർച്ചയായിട്ടും ഞാനല്ല ഉത്തരവാദി, ഈ ചാനൽ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിനുള്ള നന്ദി എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം മാത്രമല്ല കേട്ടോ, ഓരോ എപ്പിസോഡ് ഇടുമ്പോഴും വ്യൂസ് ചിലപ്പോൾ അത്രയും ഉണ്ടായില്ലെങ്കിലും ഒരുപാട് പേര് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. താഴെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതാറുണ്ട്, അവർക്ക് ചേഞ്ച് ഉണ്ടായ കാര്യം ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കുറേ പേര് ഫോൺ ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ എല്ലാവരുടെയും ഫോൺ കോളൊക്കെ എടുത്തിരുന്നു. പിന്നെ നമ്പർ കൂടിയപ്പോൾ അതിന് പറ്റാതെയായി. എന്നാലും മിക്കവാറും ഞാൻ എടുക്കും. അപ്പോൾ പലർക്കും വേണ്ടത് അവരുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ്. ചിലപ്പോൾ അവരുടെ സന്തോഷം, അവർക്കുണ്ടായ ചേഞ്ച് ഷെയർ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും സക്സസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയില്ല. ഒന്നാമത്തത്, അവരുടെ പ്രശ്നങ്ങൾ മുഴുവനും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു സൊല്യൂഷൻ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല. ഇനി മറ്റൊന്ന്, ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആകുന്ന ബാക്കിയുള്ള ആളുകളെ നമ്മൾ കാണുന്നില്ല, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ അതിനൊക്കെ 4-5 സെഷൻസ് വേണ്ടി വരും കറക്റ്റായിട്ടൊരു സൊല്യൂഷനിലേക്ക് എത്തണമെങ്കിൽ. അതിനുള്ള സെറ്റപ്പ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ചിന്തിച്ചത്, സ്വന്തം പ്രോബ്ലംസ് സ്വന്തമായിട്ട് സോൾവ് ചെയ്യുന്ന ലെവലിലേക്ക് ഈ വ്യക്തികളെ മാറ്റാൻ എന്താണ് വഴി. ഞാൻ അതിനുവേണ്ടി ഒരു കോഴ്സ് പ്രിപ്പയർ ചെയ്തു. ജീവിതത്തിലെ പ്രോബ്ലത്തിനൊക്കെ സ്വന്തമായിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഉള്ളിലുള്ള വലിയ ശക്തി. പക്ഷേ ഈ മനസ്സിൻ്റെ സാധ്യത പലപ്പോഴും നമ്മൾ പ്രയോജനപ്പെടുത്താറില്ല. അപ്പം അതിൻ്റെ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം? പിന്നെ മനസ്സ് മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ, അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ പെരുമാറ്റത്തിലൂടെയും സംസാരത്തിലൂടെയും റിലേഷൻഷിപ്പിലൂടെയാണ്. അക്കാര്യങ്ങളും കൂടി കോഴ്സിൽ ഉൾപ്പെടുത്തി ഞാനൊരു മോഡ്യൂൾ ഡെവലപ്പ് ചെയ്തു. 20 പേരെയാണ് മാക്സിമം എടുക്കുക. അപ്പം ഞാൻ ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തു. കുറേ പേരൊക്കെ ആ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെയ്തിട്ടുള്ളവർ പകുതിയിലധികം പേര് എന്നോട് ഒരുപാട് നന്ദിയുള്ളവരാണെന്നൊക്കെ പറഞ്ഞു. കാരണം അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. ഇവരെല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്, ഇതുവരെ കോഴ്സ് ചെയ്തവരൊക്കെ. അതിൽ ചിലരൊക്കെ വളരെ വളരെ ആക്റ്റീവാണ് കേട്ടോ. ചിലരുടെ മാറ്റം എനിക്ക് വളരെയധികം അത് ഫീൽ ചെയ്യാറുണ്ട്. എല്ലാ മാസവും ഈ കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് താല്പര്യം തോന്നുന്നവർ 9388605198 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ പ്രോസസ്സ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആദ്യം അഡ്മിഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പ്രാവശ്യം മാക്സിമം 20 പേര്. കാരണം എന്നാലേ നമുക്ക് ഓരോരുത്തരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇവർ എന്നെ ഫോൺ ചെയ്യുമ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾ വരുമ്പോഴും എന്നാലാകും വിധം ഹെൽപ്പ് ചെയ്യാനും ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. എനിക്ക് വേറെയും ചില കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, പിന്നെ പേഴ്സണൽ റോൾസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹെൽപ്പ് ആവശ്യമുള്ളവരെ സഹായിക്കാൻ ഞാൻ കണ്ടുപിടിച്ച ഒരു വഴി ഇതാണ്. ഓൺലൈനിൽ വന്നവരുടെ ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമും ഞാൻ നടത്തിയിരുന്നു. വളരെ ഹൃദ്യമായൊരു പരിപാടിയായിരുന്നു കേട്ടോ. അവർക്കുള്ള ചേഞ്ചസ് അവർ തന്നെ നമ്മളോട് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ട് എനിക്കത് തോന്നി. ഇവരുടെയൊക്കെ ഒരു സാക്ഷ്യപത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കണ്ടുമുട്ടുക എന്നുള്ളത് ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് തീരെ വിചാരിക്കാത്തൊരു സംഭവമാണ്. ഞാൻ തന്നെ ചാനൽ തുടങ്ങി, ചാനൽ ഇങ്ങനെയായി, ഓൺലൈൻ കോഴ്സ് തുടങ്ങി. അപ്പൊ അങ്ങനെ പിന്നെ നമ്മളൊരു ഓഫ്ലൈനിൽ കാണാൻ പറ്റുക, ഇതൊക്കെ ജീവിതത്തിൽ മറക്കാനാവാത്ത നിമിഷങ്ങളിൽ ഒന്നാണ്. അപ്പൊ എനിക്ക് തന്നെ അത്ഭുതം, നിങ്ങൾ എന്താ, ഞാനിങ്ങനെ ചിലർ വരാതെ എനിക്ക് ചില മെസ്സേജസ് വിട്ടിട്ടുണ്ട്, ഇന്ന കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ ഇതിന്റെ പ്രശ്നമാണ്. തിരൂരിൽ നിന്ന് വരണം, കോഴിക്കോട് നിന്ന് വന്ന ആളുണ്ട് ഇവിടെ, ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട്. അപ്പൊ തിരൂരിൽ നിന്ന് ഇവിടം വരെ വരണമല്ലോ ടീച്ചറെ, ആരും കൂടെ വരാനില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങളാണ്. നമ്മുടെ മനസ്സിൽ നിന്നൊരു തോന്നല്, പരിചയമില്ലാത്ത സ്ഥലത്ത് എങ്ങനെ എത്തും, എങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ബ്ലോഗ്സ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഓൺലൈനില് വേറെയും പല ചിന്തകളൊക്കെ വന്നൂടെ, വല്ല പറ്റിക്കലായിരിക്കുമോ, ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു കാണുമല്ലേ, ഇവിടെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാ പോണത്,
ആ ടീച്ചർ ഒരു ഓൺലൈനിൽ കണ്ടു എന്ന് പറഞ്ഞ് ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഒന്നും ഇല്ലെങ്കിലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. അപ്പൊ അതില് ഞാൻ പണ്ടിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പരിചയമില്ലാത്തവരൊക്കെ വിളിക്കണത് അവിടെ ഇവിടെ, കോഴിക്കോട്, തിരുവനന്തപുരം. അപ്പൊ നമ്മൾ കണ്ട് പരിചയമില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും വിളിക്കണത്. ഞാനിങ്ങനെ പോകുമായിരുന്നു, എനിക്ക് അങ്ങനെയൊന്നും ഒരു ചിന്തയൊന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, താൻ എന്ത് ഭാവിച്ചേ പോണത്? രാത്രി 10 മണിക്ക് അവിടെ ഇറങ്ങുമ്പോ, അന്ന് ഇതുപോലെ ഇത് ഓൺലൈനൊന്നും ഇല്ല, അപ്പൊ നമുക്ക് അറിയേയില്ല ആരാ വരുന്നത്, അയാളുടെ ഒരു ഷേപ്പോ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ രാത്രി 10 മണിക്ക് താൻ ഇറങ്ങുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, ഇയാള് ജെന്വിൻ ആളാണെന്ന് എങ്ങനെ അറിയും? അപ്പോഴാണ്ട് ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ മനസ്സല്ലേ, മനസ്സ് അങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോ നമുക്ക് വരാൻ പറ്റില്ല, നമുക്ക് അവിടെ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ആ ഒരു റിസ്ക് എടുത്തില്ലെങ്കിൽ ഒരുപാട് ചാൻസസ് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ എടുക്കുമ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ മനസ്സിൽ ആ ഒരു നല്ല ഒബ്ജക്റ്റീവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വേറെ ഒന്നും അല്ലല്ലോ, ഒരു കുരുത്തക്കേടിന് അങ്ങനെയൊന്നുമല്ല പോണത്, സതുദ്ദേശത്തിലൂടെ ഒരു കാര്യത്തിന് പോവാണ്. കുറെ പേർക്ക് ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ അറിവ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ, അപ്പൊ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഭയങ്കര വിശ്വാസം, അതൊരു ഭയങ്കര ട്രസ്റ്റാണ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ പേരെ പരിചയപ്പെട്ടാൽ മാത്രം പോരല്ലോ, പേരും ആളിനെയും പരിചയപ്പെടുത്താൻ ആരാണ് തയ്യാറെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ആകെ എത്ര പേരുണ്ട് ഇപ്പൊ? ഇവര് ഒരു 38. അപ്പൊ അതില് ഈ 20 പേരുടെ പേരും ആളെയും കൃത്യമായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഡോക്ടർ അച്ചു, എല്ലാ ഡോക്ടേഴ്സും. ഇവരിങ്ങനെ ഇതൊക്കെ പഠിച്ചു അവരുടെ മെമ്മറിയാണ് ഏറ്റവും കൂടുതൽ ഫങ്ഷൻ ചെയ്യണമെന്ന് തോന്നുന്നത്. ശരിയല്ലേ? നിങ്ങള് ഓരോ ഫാക്കൽറ്റിയിലെ മെമ്മറി ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ പേര് ഓർമ്മിക്കുക അല്ലെ പരീക്ഷയ്ക്ക് എഴുതുമ്പോ. ഓക്കെ, ഗായത്രി ഫ്രം പത്തനംതിട്ട, മാഷ് സുരേന്ദ്രൻ മാഷ് തലശ്ശേരി, ജോൺ സാറ് അന്നമ്മ മാമിന്റെ ഹസ്ബൻഡ് ഇടുക്കി, തരുൺ പുറത്ത് വർക്ക് ചെയ്യുന്നു എറണാകുളത്തുള്ള, ദെൻ രാജീവ് സാറ് തൃപ്പൂണിത്തുറ, ദെൻ മനോജ് സാറ് ഷെറീന മാമിന്റെ ഹസ്ബൻഡ് കോഴിക്കോട്, രമ്യ രുക്മിണി മാം പത്തനംതിട്ട, ദെൻ മറ്റേ എക്സൈസിൽ വർക്ക് ചെയ്യുന്ന ഇന്ദു എറണാകുളം, ദെൻ ജിജി ജീന ഫ്രം ബാംഗ്ലൂർ ടീച്ചർ, ദെൻ സുധാ മാം എറണാകുളം, ശ്രീകല മാം, ശ്രീലത മാം, ഓക്കെ സോറി, ശ്രീലത മാം പാലക്കാടല്ലേ, കോഴിക്കോട്, സോറി അത് തെറ്റി. പിന്നെ മാമിന്റെ സിസ്റ്റർ ഗ്രേസ് മാം. അതല്ല, ഈ ശ്രീലതയുടെ പേര് കിട്ടാ, ശ്രീലത ഗ്രൂപ്പിലൊന്നും നടക്കാതെ നടക്കായിരുന്നു. ഈ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ കുട്ടി ഡോക്ടർ ആയപ്പോ ഒരു എക്സാം എഴുതിയപ്പോ ഒരിക്കൽ പോലും കോപ്പി അടിച്ചിട്ടില്ല. കാരണം അത്രയ്ക്ക് മെമ്മറി. കൈയടിക്കല്ലേ? ഈ കുട്ടിയെ പറ്റി ഒന്നുകൂടി പറയുകയാണെങ്കിൽ, അച്ഛനും അമ്മയും നേർച്ചകൾ നേർന്നപ്പോൾ ദൈവം. അപ്പൊ ഇനി അടുത്ത ഭയങ്കര നന്നായിരുന്നു. ശ്രീദേവി വൈപ്പിൻ ടെക്സ്റ്റൈൽ ഷോപ്പ് ബിസിനസ് നടത്തുന്നു അല്ലേ. പിന്നെ ഇവിടുന്ന് ഷെറീന, അറിയാവുന്ന ആദ്യം പറയാം കേട്ടോ. ഷെറീന ഫ്രം കോഴിക്കോട്,
പിന്നെ സുഭദ്രാമ്മ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ അന്നമാമ ഇടുക്കി, പിന്നെ ജിജി അല്ല ESI ഹോസ്പിറ്റൽ തൃശ്ശൂർ, പിന്നെ ഗായത്രി പത്തനംതിട്ട, രമ്യ തൃശ്ശൂർ, IT അജിത് സാർ എറണാകുളം. രണ്ട് കട്ടയിട്ട് കൊടുക്കായിരുന്നു ഇവരിങ്ങനെ പതിപ്പിക്കാൻ. എന്റെ പ്രിൻസിപ്പൽഷിപ്പിലെ കോളേജിലേക്ക് അന്ന് എന്തോ കുഴപ്പമൊക്കെ ഉണ്ടാകുമ്പോൾ എന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ ബൈക്ക് എടുത്തിട്ട് പറഞ്ഞു ഞാനൊരു പാട്ട് പാടാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഈ തല്ലാൻ വന്ന പിള്ളേരും എല്ലാം നിർത്തിയാണ് ടീച്ചർ പാട്ട് പാടാൻ പോണ. ഭയങ്കര ഒരു ത്രില്ലട്ടോ, പ്രിൻസിപ്പൽ പാട്ട് പാടാൻ പോണ. ഓടി വന്ന് എല്ലാവരും ഇങ്ങനെ നിന്ന്. അന്ന് ഞാനും നിതിനും കൂടി മുത്തുച്ചിപ്പി പോലെ ഒരു അന്നത് പുതിയൊരു പാട്ടായിരുന്നു. അപ്പൊ അതൊക്കെ പഠിച്ച് അപ്പൊ ഞാൻ ഇപ്പോഴെന്റെ മനസ്സിൽ ഓർമ്മയുണ്ട് അന്ന് ആ കുട്ടികളുടെ ഒരു അപ്പോഴാണ് ഇപ്പൊ നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാണ് നമ്മുടെ ഹാപ്പി ഹോർമോൺ സെറാറ്റോണിൻ ആക്ടിവേറ്റ് ചെയ്യും മ്യൂസിക്കിലൂടെ. അപ്പൊ അന്ന് പിന്നെ തല്ലെല്ലാം പിന്നെ അതൊക്കെ പോയല്ലോ, എല്ലാവരും വേറെ ഇതെല്ലാം മറന്ന് നന്നായിട്ട് അന്ന് ആ മീറ്റിംഗ് അവസാനിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്, വളരെ സന്തോഷപൂർവ്വം. അപ്പൊ അങ്ങനെ എൻ്റെ കൂടെ ഞങ്ങളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്കൊരു ചെറിയ മ്യൂസിക് ട്രൂപ്പ് ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഗായകനാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പാടുക മാത്രമല്ല ഓഡിയൻസിനെ കയ്യിലെടുത്ത് അവരെ ഇൻവോൾവ് ചെയ്യിക്കാനുള്ള ഒരു കഴിവാണ്. പഠിക്കുന്ന കാലം തൊട്ട് മിസ്സിനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ മിസ്സിന്റെ അടുത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ മാത്രമുള്ളതാണ് ഒരു ആ കോളേജിൽ പഠിച്ചത് മിസ്സിന്റെ ഒപ്പം ഇപ്പോഴും എപ്പോഴും ഉണ്ടാവട്ടെ, ഞങ്ങളിങ്ങനെ കൂടും. എനിക്ക് അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴും മിസ്സിന്റെ ഒപ്പം ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് എനിക്ക് മാത്രം ഉള്ളൊരു ഭാഗ്യമാണ് കേട്ടോ. കോളേജിലല്ല മിസ്സേ, വേറെ ആയിരിക്കും. ഇപ്പോഴും ഞാൻ മിസ്സിനെ ഞങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ട്. മിസ് ഒരു ഫ്രണ്ടാണ്, നല്ലൊരു ഫ്രണ്ടാണ്. മറ്റൊരു മെറ്റീരിയൽ വലിയ സന്തോഷമുണ്ട് എല്ലാവരും നേരിട്ട് കാണാൻ പറ്റിയതില്. എന്റെ വീഡിയോസ് കണ്ടു എന്ന് പറഞ്ഞ ചിലരൊക്കെ സംസാരിച്ചിരുന്നു. അപ്പൊ ഇതുവരെ തന്ന മമ്മിക്കും എനിക്കൊക്കെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഞാൻ ജെന്റിൽ പാരന്റിങ്ങിനെ പറ്റിയാണ് പൊതുവെ വീഡിയോസ് ഇടാറ്. അപ്പോൾ ജെന്റിൽ പാരന്റിങ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എപ്പോഴും മനസ്സിലിങ്ങനെ പലപ്പോഴും എനിക്ക് ദേഷ്യമൊക്കെ വരുമ്പോഴും ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മള് പൊതുവെ കുട്ടികളെ വളർത്തുമ്പോൾ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഗോൾ മനസ്സിൽ വെക്കാതെ ലോങ് ടേം ആയിട്ടുള്ള ഗോൾസ് വെക്കുക. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് കുട്ടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ നേരത്തെ ആ ഭക്ഷണം മുഴുവൻ കഴിപ്പിക്കാന്നുള്ളതല്ല നമ്മുടെ ഗോൾ. നമ്മുടെ ഗോൾ കുട്ടിക്ക് ലോങ് ടേം ആയിട്ട് ജീവിതകാലം മുഴുവൻ ഭക്ഷണത്തോട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുക, അവനവന് ആവശ്യമുള്ള അത്രയും മാത്രം ഭക്ഷണം കഴിക്കുക, അല്ലെ? അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവന് മതി എന്ന് പറഞ്ഞാലും കുത്തി നിറച്ച് കഴിപ്പിക്കാതെ അവന് മതി എന്ന് പറഞ്ഞാൽ മതിയാക്കാൻ അനുവദിക്കുക. അപ്പൊ അത് അവന് ഭാവിയിൽ ജീവിതകാലം മുഴുവൻ എപ്പോഴും അവന് ഫുഡുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ആദ്യമായി മേരി ടീച്ചർക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം
ഇവിടെ അവസാനിക്കാറായ ഈ സമയത്ത് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. അതായത് കൂടുതൽ പ്രചോദനവും മോട്ടിവേഷൻ, പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു ദിവസമാണ് എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന് ഞാൻ ടീച്ചറോടും അതേപോലെ ഇവിടെ വന്ന് പല പരിപാടികളും അവതരിപ്പിച്ച് തിരുവാതിരയും പാട്ടും ഒക്കെ പാടിയ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തലശ്ശേരിയാണ് എൻ്റെ സ്ഥലം. ഇപ്പോൾ ഞാൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തതാണ്. 2 കൊച്ചുമോളുണ്ട് എനിക്ക്. മൂത്ത മോനും ചെറിയ മോനും. വെള്ളിയാഴ്ച 7:30 അച്ഛമ്മ നമുക്ക് മാമിനിത് കേൾക്കണ്ടേ കൊച്ചുമോള്. അത് ദിവസം ഞാൻ കേൾക്കണമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവള് വെള്ളിയാഴ്ച ആയില്ല അച്ഛമ്മ കേൾക്കട്ടെ. 2 പേർക്കും അറിയാം മാമിന്റെ ഞാൻ ഞാൻ പറയാനുള്ളത്. അത് പറയാനാണ്. അപ്പൊ ഇന്നിവിടെ കൂടിയതില് കനകത്തിന് ഒരു കാര്യത്തിൽ നമുക്ക് ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പറ്റിയിട്ടില്ല. ഏറ്റവും സീനിയർ മോസ്റ്റ് ആണ് ഇന്ന് വന്ന ഗ്രൂപ്പില്. നമ്മള് സീനിയർ സിറ്റിസൺ ആയിട്ട് നമ്മള് 2-3 പേരുണ്ട്. ഈ ലാലിയൊക്കെ സീനിയർ സിറ്റിസൺ ആണ്. ഗ്രേസി എല്ലാവരും സീനിയർ സിറ്റിസൺ ആണ്. പിന്നെ സുധ, അങ്ങനെ കുറച്ച് പേര് സീനിയർ സിറ്റിസൺ. പിന്നെ ഉണ്ട് കേട്ടോ എല്ലാവരുടെ പേരൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കണത്. അതെ, സീനിയർ സിറ്റിസൺ ആയ എലിസബത്ത്. ഓക്കെ, അപ്പൊ നമ്മള് കനകത്തിനെ ഇവിടെ വെച്ച് ആദരിക്കുകയാണ്, സീനിയർ മോസ്റ്റ്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു മാമിനെ ഒന്ന് കാണുക എന്നുള്ളത്. അത് നടന്നു. എനിക്ക് ഈ പ്രോഗ്രാമിൽ എന്താ പറയാ, നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയേക്കാളും മോട്ടിവേഷനാണ് എല്ലാവരെയും കാണുമ്പോൾ. അതായത് ഏത് ഏജിലുള്ള ആൾക്കാർക്കും ഇത്രയും എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, ആ മോട്ടിവേഷനിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ലെസണാണ് കിട്ടിയത്. മാമിൻ്റെ പ്രോഗ്രാമിന് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ അച്ചീവ് ചെയ്തു. മാം പറഞ്ഞതുകൊണ്ട് ഞാനൊരു എക്സാം പാസ്സായി. ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്പിൽ മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷനിൽ ഞാൻ തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്തിരിക്കും. എൻ്റെ ആഗ്രഹം ഇവിടുന്ന് ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് എക്സാം പാസ്സായി ഇനി പുറത്ത് പോവുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ജിൻസിക്ക് ഞാൻ എൻ്റെ ജീവിതം തന്നെ കൊണ്ട് കൊടുക്കാൻ പോകുന്നു കേട്ടോ. എൻ്റെ പേര് സുഭദ്രമ്മ എന്നാണ്. ഞാനിപ്പോൾ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ റീജിയണൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. എൻ്റെ നേറ്റീവ് പ്ലേസ് ഇടുക്കിയാണ്. പിന്നെ സെറ്റിൽഡ് എറണാകുളം നടക്കാവ്. എനിക്ക് ആദ്യം എൻ്റെ സിസ്റ്ററിൻ്റെ മോള് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സിസ്റ്ററിൻ്റെ മോൾക്ക് എന്തോ ഒന്ന് പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്കങ്ങനെ അയച്ചു തന്നൊരു വീഡിയോ ആണ്. ഞാൻ ചേച്ചിയുടെ മോൾക്ക് എന്തോ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ചിറ്റി ഇങ്ങനെ രീതിയിലാണ് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയാണ് ആ വീഡിയോ എനിക്ക് ശരിക്കും അയച്ചു തന്നത്. പക്ഷേ ഞാൻ അതിനുശേഷം എന്നും മാഡത്തിൻ്റെ വീഡിയോ കാണുമായിരുന്നു. എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അതിന് ശേഷം എന്നും അങ്ങനെ മാഡത്തിൻ്റെ വീഡിയോ മിക്കതും തന്നെ കാണാറുണ്ടായിരുന്നു. പിന്നെ മാഡത്തിൻ്റെ വീഡിയോ എനിക്ക് വളരെ എല്ലാവരുമായിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റും എനിക്ക് അതിലൂടെ ഉണ്ടായി. ഓഫീസിലൊക്കെ ഇതിനു മുമ്പും അതെ, പക്ഷെ വളരെ കുറച്ചുകൂടി നല്ല ഹാപ്പി ആയിട്ട് മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഓഫീസിൽ കമ്മ്യൂണിക്കേഷനിലൂടെ. പിന്നെ അങ്ങനെ എനിക്ക് ഇമ്പ്രൂവ് ആകാൻ പറ്റി. ഈ നമ്മുടെ ഗ്രൂപ്പിൽ നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ആയതുകൊണ്ടും എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ശ്രീലത. എൻ്റെ വീട് കോഴിക്കോടാണ്. കോഴിക്കോട് ബാലുശ്ശേരി അടുത്താണ്. അവിടുന്ന് പിന്നെ 4 കിലോമീറ്റർ പോകണം. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കുറച്ചൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സമയത്താണ് ഞാൻ മാഡത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തത്. എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം മൈൻഡ് മാസ്റ്ററിയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സ് ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ കോഴ്സ് ചെയ്യാന്നല്ലാതെ നമ്മളതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും കുറേ കഴിയുമ്പോൾ ഈ കൊറോണ സമയത്ത് നമ്മൾ വീട്ടിലിരുന്ന് എന്താ പറയുക
ഒരുതരം നമ്മൾ ഇൻട്രോവേർട്സ് ആയിപ്പോയ ഒരു സമയമായിരുന്നു. ആ സമയത്ത് എനിക്കും തോന്നി, മക്കളൊക്കെ വന്നിരുന്നു, അപ്പോൾ നമുക്ക് ഒരുപാട് ജോലി തിരക്കും ഒക്കെ ആയിട്ട് വയ്യാതാവുക, ഒരു ഡിപ്രഷൻ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നു എനിക്ക്. അപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി. ആ സമയത്താണ് ഞാൻ മാഡത്തിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എന്നെ ഒന്ന് എന്താ പറയുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാനേ ഉള്ളൂ, വേറാരും ഇല്ല. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. എൻ്റെ മൂത്ത മകനാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ. അവൻ എന്ത് വേണമെങ്കിൽ ചെയ്തോന്ന് പറയും. അപ്പോൾ അവനാണ് എന്നെ എല്ലാത്തിനും പ്രൊമോട്ട് ചെയ്യുക, യൂട്യൂബ് എല്ലാം. അപ്പോൾ അങ്ങനെയാണ് ആ ഇരിക്കുന്ന സമയത്താണ് ഞാൻ മാഡത്തിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു. ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയതൊക്കെ ഒന്നുകൂടെ ഓർമ്മിക്കാൻ വേണ്ടി മാമിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ വെറുതെ ഞാൻ മാമിൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി. അപ്പോൾ അതിനകത്ത് കണ്ട ഡിഗ്രികൾ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി, ശരിക്കും പറഞ്ഞാൽ. അത്രയും ഡിഗ്രികളൊക്കെ ഉള്ളതാണ്. ഹ്യൂമൻ അല്ലേ, ഹ്യൂമൻ റിസോഴ്സ് ട്രെയിനർ, അതല്ല വുമൺ സ്റ്റഡീസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണത്. ഞാനതിൻ്റെ PG എവിടെയാണ് ഉള്ളതെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്യാൻ. ഇപ്പം തന്നെ ഗ്രൂപ്പിലുള്ള കുറേ പേരെ എന്നെ വിളിക്കാറുണ്ട് പേഴ്സണലായിട്ട്. അപ്പോൾ അത് എനിക്ക് ഒന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ മാഡത്തിൻ്റെ അത് കാണാൻ തന്നെ കാരണം. അങ്ങനെ മാഡത്തിൻ്റെ അതിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ എന്താ പറയുക, ശരിക്കും മോട്ടിവേറ്റഡ് ആയി. എനിക്ക് മാഡത്തിനെ ഒന്ന് പരിചയപ്പെടണം, കെട്ടിപ്പിടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് നടന്നു വന്ന ഉടനെ. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, താങ്ക് യു. ശരിയാണ്. ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. വളരെ ഡിപ്രഷൻ ആയിരിക്കുന്ന സമയത്താണ് മാഡത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു തുടങ്ങിയത്. ആ സമയത്ത് മാഡം എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ധൈര്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും എന്നെ ബജാസിങ് എന്നൊക്കെ പറയാറുള്ളത്. പക്ഷെ എന്നാലും എനിക്ക് അതിൽ നിന്നൊക്കെ മാറ്റം വന്നെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ മാഡത്തിൻ്റെ ക്ലാസ്സിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനൊരു 20 ദിവസം ലീവായിപ്പോയി. ഒരു 10-ാം തീയതിയാണ് ഞാൻ ഓഫീസിൽ ചേർന്നത്. ഇവിടെ വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയതില്ല. എന്നാലും വളരെ മാഡത്തിനോടും എല്ലാവരോടും നന്ദി പറയാണ്. വളരെ സന്തോഷം. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തേടിയെത്തുന്ന ചെയ്യും. മെറ്റിൽഡ ടീച്ചറിന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ടീച്ചറൊന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ അടുത്ത ദിവസം ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ തന്നെ മാഡത്തിനെ വിളിച്ചപ്പോൾ ആ സമയം തന്നെ പറഞ്ഞു ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന. അന്ന് വിചാരിച്ചു ഒരു സ്റ്റുഡൻ്റായിട്ട് ഒരാഴ്ച ഇരിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നേരിൽ കാണാൻ പറ്റുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ നേരിട്ട് ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയാലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ആബി സേവിയർ. ഡോക്ടർ മേരി മെറ്റിൽഡ മാമിൻ്റെ ഓൺലൈൻ മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത്. ആ ക്ലാസ് തുടങ്ങിയാൽ നേരെ പോകുന്നതേ അറിയില്ലായിരുന്നു. സച്ച് എൻ ഇൻട്രസ്റ്റിംഗ് ക്ലാസ്. ഈ കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് അയ്യോ ഞാനിത് നേരത്തെ പഠിക്കേണ്ടതായിരുന്നത് തോന്നി. പിന്നെ മാഡത്തിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ല, an outstanding personality. ഇപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ആ മാഡത്തിൻ്റെ വൈബ് നമുക്ക് കിട്ടും, അത് തീർച്ച. പിന്നെ ആ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറിപ്പോവും. ആ സമയത്തൊക്കെ മാഡത്തിൻ്റെ വാക്കുകളൊക്കെ ഓർത്താൽ നമുക്ക് നല്ല ധൈര്യം, ശക്തി, എനർജിയൊക്കെ കിട്ടും. മാഡം പറയണ പോലെ സിനർജി. താങ്ക് യു. ഹായ് എവ്രി വൺ, ഞാൻ ശ്രീജ, ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എറണാകുളം അവിടെ +2 സെക്ഷനിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ലെഷർ ടൈമിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എസ്പെഷ്യലി മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മാഡത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ കൂടുതൽ വീഡിയോസ് കണ്ടു. അപ്പോൾ അതിൽ മറ്റ് മോട്ടിവേഷൻ വീഡിയോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലായിട്ടൊരു സ്പെഷ്യലായിട്ട് തോന്നിയ കാര്യം, പറയുന്ന ആശയങ്ങൾ വളരെ ക്ലാരിറ്റിയോടും പ്രസിഷനോടും കൂടി പ്രസൻറ്റ് ചെയ്യുക. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്, വളരെ ചിയർഫുള്ളാണ്. ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും മാഡത്തിൻ്റെ ക്ലാസ്സിൽ കേൾക്കുമ്പോൾ. അതിനുശേഷം മാഡത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് ഒരു 10 days ഒരു കോഴ്സ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അത് എൻ്റെ ലൈഫിനെ കുറച്ച് ബെറ്ററാക്കി, കുറേ കൂടെ കാര്യങ്ങൾ ലൈഫിനെ എൻജോയ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് വിചാരിച്ചാൽ അത് റെഗുലറായിട്ട് വിതൗട്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒരു ശീലം
എനിക്ക് വന്നത് ഈ ക്ലാസ്സുകൾക്ക് ശേഷമാണ്. അതിപ്പോഴും ഞാൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്തായാലും ജീവിതത്തിൽ മൊത്തത്തിൽ ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. കുറേ കൂടെ കണ്ടൻമെൻറ്റ്, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയതും ലൈഫ് കുറച്ചുകൂടി മീനിങ് ഫുള്ളായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും മാഡത്തിൻ്റെ ക്ലാസ്സുകളിൽ കൂടെയാണ്. എന്തായാലും ഇഫ് യു ആസ്ക് മീ ഹു ഈസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഓൺ യു ആസ് എ മോട്ടിവേറ്റർ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എനിക്കൊരു ആൻസറേ ഉള്ളൂ. അത് മേരി മെറ്റിൽഡ മാഡം തന്നെയാണ്. അപ്പോൾ അവരുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ, ബെനിഫിഷ്യൽ ആവട്ടെ, അത് കേൾക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു ഓൾ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ 9388605198 ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ പ്രോഗ്രാമിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ തരാം. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അഡ്മിഷൻ്റെ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതെല്ലാം ആദ്യം മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആദ്യ അഡ്മിഷൻ എന്നുള്ള രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും റിക്വയർമെൻ്റ് ഉള്ളിടത്തോളം കാലം ഞാൻ ഈ പ്രോഗ്രാം നടത്താൻ തയ്യാറാണ്. ആദ്യത്തെ തവണ ചേരാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത തവണ ചേരാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത വെള്ളിയാഴ്ച ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.